വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാൻ ഹാരിയറിൻ്റെ ബ്ലാക്ക് കളർ അടിച്ചാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത്, ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഇന്നത്തെ മാളയിലത്തെ ഗാരേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം മാളയിലെ ഗാരേജിൽ നമ്മൾ ഇന്നൊരു ഡെലിവറി ഉണ്ട് കേട്ടോ. ഈ ഒരു നാഡോഗ്ര എന്ന ഡെലിവറിയാണ്. അതേപോലെ തന്നെ ഒരുപാട് വണ്ടികൾ നിലവിൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണാം. അവരുടെ ബൂത്തിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഡിക്കി നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് യൂസർ ഡിക്കി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. പ്രൈമറി ആപ്ലിക്കേഷൻ കഴിഞ്ഞൊരു വണ്ടിയാണ്. ഇതും പ്രൈമറി ആപ്ലിക്കേഷൻ കഴിഞ്ഞ വണ്ടിയാണ്. സെറ്റിങ് ബാലൻസ് ഉണ്ട്. ഇതും പ്രൈമറി കഴിഞ്ഞു, ഇതും പ്രൈമറി കഴിഞ്ഞു. നിലവിൽ ഒരുപാട് വണ്ടികൾ പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടികളിലെല്ലാം പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഇതിൽ വർക്കും കാര്യങ്ങളൊക്കെ മാളയിലെ ഗാരേജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഡെലിവറി ചെയ്യാൻ പോണ വണ്ടി ഒന്ന് കാണണ്ടേ, നാഡോഗ്രയാണ്. നാഡോഗ്രയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു വണ്ടി നമ്മൾ നാഡോഗ്രയാണ് അടിച്ചിരിക്കുന്നത്. എല്ലാ നാഡോഗ്രയും ചെയ്യണ മാതിരി ടോപ്പ് ബ്ലാക്ക്, ഗ്രില്ല് ബ്ലാക്ക്, ആ ഒരു കോമ്പിനേഷനിലാണ് പോണത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു വീലും കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ ബ്ലാക്കൊക്കെ അടിച്ചിട്ടുണ്ട്. ഒരു സിൽവർ കളർ വണ്ടിയായിരുന്നു കേട്ടോ. സിൽവർ കളർ വണ്ടിയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നാഡോഗ്ര പെയിൻറ്റിങ് പ്ലസ് ഫുള്ളായിട്ട് നമ്മൾ ഡാഷ്ബോർഡ് പെയിൻറ്റിങ്, മാറ്റ് ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ നൂലും കാര്യങ്ങളെല്ലാം മെറൂൺ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു മെറൂൺ ഷെയ്ഡ് തന്നെ സെയിം ആയിട്ട് നമ്മൾ ഈ ഡാഷ്ബോർഡിൻ്റെ ഈ ഒരു ഭാഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സീറ്റും കാര്യങ്ങളെല്ലാം വിൻസ് തൈസപ്പെട്ടൊക്കെ വരുന്ന രീതിയിലുള്ള സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. 4 സീറ്റ് നമ്മൾ ആ ഒരു ടൈപ്പിലും ഫ്ലോർ മാറ്റ്, നോർമൽ ഫ്ലോർ മാറ്റ്, വിനൽ മാറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് പിയാനോ ഫിനിഷിങ് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഇൻറ്റീരിയൽ മൊത്തത്തിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. റൂഫ് ടോപ്പ് നമ്മൾ പുതിയത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ റൂഫ് കുറച്ച് മോശമായിരുന്നു, അപ്പോൾ പുതിയ റൂഫ് ടോപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ഈ ഒരു രീതിയിൽ അങ്ങനെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. നിലവിൽ ഈ ഒരു വണ്ടി A to Z കാര്യങ്ങൾ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. A to Z, അതായത് ഫുള്ളായിട്ട് വണ്ടി പെയിൻറ്റിങ്ങിൻ്റെ കുറേ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ചെയ്തു. അതേപോലെ പെയിൻറ്റിങ് ചെയ്തു, സീറ്റ് വർക്ക് ചെയ്തു, ഫ്ലോർ മാറ്റ് ചെയ്തു, ഇൻറ്റീരിയൽ പെയിൻറ്റിങ് ചെയ്തു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് കേട്ടോ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾക്ക് നാളെ കാണാം. നാളെ നമ്മുടെ മുരിയാടുള്ള ഗാരേജിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ മാളയിലെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞ് ഇത് മുരിയാടുള്ള ഗാരേജിൽ, മുരിയാടുള്ള ഗാരേജിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മുരിയാട് നമ്മളുടെ ഈ വണ്ടി ചിലപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരിക്കും, ഈ വണ്ടി ഒന്ന് ഇങ്ങനെ കിടക്കണേന്ന് ചോദിക്കും. വണ്ടി ആക്സിഡൻ്റ് ആയതൊന്നുമല്ല, അതിൻ്റെ ഇഞ്ചക്ടർ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ ഇഞ്ചക്ടർ സർവീസ് ചെയ്യുന്നവർക്ക് അറിയാം, അത് സീൽഡായി പോയി. അപ്പോൾ അത് ഇപ്പോൾ പറിച്ച് സർവീസിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചക്ടർ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത കാരണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കിടക്കണതാണ് വണ്ടി ഇപ്പോൾ ഏകദേശം ഒരു 1.5 ആഴ്ചയായിട്ട് കയറ്റിയിട്ടൊക്കെയാണ്. അപ്പോൾ സർവീസിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിൽ വേറെ അർട്ടിക ഉള്ള കാരണം അതുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ അതിന് സർവീസിങ് കഴിഞ്ഞാൽ അതിൻ്റെ പണിയും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് ഇറക്കണം. മെക്കാനിക്കൽ കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുകയാണ് കേട്ടോ വണ്ടി, അത് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇന്ന് ഒരു ലൈൻ കറണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ കറണ്ട് വന്നിട്ട് അകത്തേക്ക് പോകാം. നമുക്ക് കറണ്ടും കാര്യങ്ങളും വന്നു, അവർ LCB അടിച്ചു പോയതാണ്. അപ്പോൾ അത് ചേഞ്ച് ചെയ്തു ഇലക്ട്രീഷ്യൻ വന്നിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടി അഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ടൈപ്പ് 4 കൺവേർഷന് വേണ്ടിയിട്ട് വന്നൊരു വണ്ടിയാണ് കേട്ടോ. 2009 മോഡൽ വണ്ടിയാണ്. നീറ്റ് വണ്ടിയാണ്, വലിയ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഇല്ല. സൈഡ് ഡോറ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റ് ചെയ്തതിൻ്റെ കുഴപ്പമില്ല, പക്ഷേ പുട്ടി ഒരുപാട് ഇട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഗ്ലയർ ചിലപ്പോൾ കാണാൻ പറ്റും കേട്ടോ, ആ ഒരു ഗ്ലയർ കാണാൻ പറ്റും. ബാക്കിയുള്ള ഏരിയ മൊത്തം വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ലാത്ത നീറ്റ് വണ്ടിയാണ്. അപ്പോൾ ടൈപ്പ് 4 കൺവേർഷന് വേണ്ടിയിട്ട് വന്നാണ് ഒരു വണ്ടിയാണ് കേട്ടോ.
കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്കറിയാം ഈ ഒരു വണ്ടിയുടെ പണി നടക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുള്ള് സെറ്റിങ്ങുകൾ തീർന്നിട്ടുണ്ട്. ഓക്കെ, ബോണറ്റ് സെറ്റ് ചെയ്ത് അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്ത് ബോണറ്റ് അയച്ചെടുത്തു. നിലവിൽ ബ്ലാക്ക് കളറ് വണ്ടിയുടെ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട് എത്തിയോസ്. നമ്മളിവിടെ വീക്കെൻഡിലാണ് നമ്മുടെ സാലറിയും കാര്യങ്ങളും കൊടുക്കുന്നത്. അപ്പോൾ വീക്കെൻഡിൽ എല്ലാ വർക്കേഴ്സിൻ്റെയും സാലറി 3 ഗ്യാരേജിനും, ഇപ്പോൾ കരുവപ്പെടുന്ന ഗ്യാരേജ് ആയാലും മാള ഗ്യാരേജ് ആയാലും ഇപ്പോൾ അതേ മുരിയാട് ഗ്യാരേജ് ആയാലും വീക്കെൻഡിൽ എല്ലാവരുടെയും ലേബേഴ്സ് ക്ലിയർ ചെയ്യും. അപ്പോൾ അതിനുള്ള പരിപാടി ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ അതിൻ്റെ ലേബർ കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ലേബർ കൊടുത്ത്, അപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർ തന്നെയാണ് കൂടുതലും. ഇപ്പോൾ നമ്മുടെ ഈ ഗ്യാരേജ് ആയാലും ഇപ്പോൾ 3 ഗ്യാരേജ് ആയാലും ചുറ്റുവട്ടത്തുള്ളവരാണ് കൂടുതലും. നമ്മുടെ ഈ മുരിയാട് ഗ്യാരേജിൽ ഒരാൾ ആലപ്പുഴയിൽ നിന്നുണ്ട്, ഒരാൾ ഒരു ബായി ഉണ്ട്, ബാക്കിയെല്ലാം മലയാളീസ് തന്നെയാണ്. പിന്നെ മറ്റ് നല്ല ഷോറൂമിൽ നിന്നും അതേപോലെ തന്നെ നല്ല ഗ്യാരേജുകളിലൊക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ഈ ഗ്യാരേജ് ആയാലും ഇപ്പം നമ്മുടെ കരുവപ്പെടുന്ന ഗ്യാരേജ് ആണെങ്കിൽ നമ്മുടെ ഗ്യാരേജിലേക്ക് വന്ന് 7 വർഷമായിട്ടുള്ള ആൾക്കാർ വരെ അവിടെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ലേബറിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോണത്. അപ്പോൾ വീക്കെൻഡിൽ എല്ലാവരുടെയും കാര്യങ്ങൾ ക്ലോസ് ചെയ്യും. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വൈകുന്നേരം ആകുമ്പോൾ അത് കൊടുക്കണം. എത്യോസിൻ്റെ വർക്ക് അപ്പുറത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളും ഹാരിയറിൻ്റെ ബ്ലാക്ക് അടിക്കണത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് നോക്കാം. കാരണം കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മുടെ എത്യോസിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. എത്യോസിൻ്റെ ബോഡിയുടെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹാരിയറിൻ്റെ ബ്ലാക്ക് കളർ അടിച്ചാണ്. ഇനിയിപ്പോൾ ഇത് കുറച്ച് നേരം വൈകുന്നേരം നമ്മൾ ഈ വണ്ടി ബൂട്ടിൽ നിന്ന് ഇറക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഗോൾഡൻ ഇന്നോവ അകത്തേക്ക് കയറ്റണം. പിന്നെ ഇനിയിപ്പോൾ 2 ദിവസത്തേക്ക് വണ്ടി ഒന്നും ചെയ്യില്ല. അതിന് ശേഷം കട്ടിങ് പോളിഷിങ് കാര്യങ്ങളുണ്ട്, സെറ്റിംഗ് ഉണ്ട്, ഒരുപാട് പണികൾ ഇനിയുണ്ട്. പിന്നെ ഇതിന് ഇൻറ്റീരിയർ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അടുത്ത വ്ളോഗിൽ ഞാൻ മിക്കവാറും ഈ വണ്ടിയുടെ ഡെലിവറിയും പിന്നെ നമ്മുടെ പുറത്ത് കിടക്കുന്ന ഫ്രണ്ട് മാത്രം കൺവേർഷൻ ചെയ്യുന്ന വണ്ടിയുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോ ആയിട്ട് അടുത്ത വ്ളോഗായിട്ട് വരാം. അപ്പോൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.